ഇന്നലെ എനിക്ക് അനിമൽ ബോഡിയിൽ നിന്നൊരു കോൾ വന്നു ഇങ്ങനെ ഈ പന്നിയെ പിടിക്കുന്നത്. പക്ഷെ അത് റിയാലിറ്റിയാണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു സിനിമയുടെ ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ തന്നെ ഇത് ആളുകൾ ചോദിക്കില്ലേ, പന്നിയെ പിടിക്കേണ്ടത് വാലിൽ തന്നെയാണ്, അതിന്റെ വാലിൽ പിടിച്ചു എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അത് ബേസിക്കലി അതായത് ഇപ്പൊ നമ്മള് ഈ മുയലിനെ കഴുത്തിൽ പിടിച്ചെടുക്കുന്ന പോലെ, പൂച്ചയെ അതിന്റെ അമ്മ കഴുത്തിൽ പിടിച്ച് എടുക്കുന്ന പോലെ, പന്നിയുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാർട്ട് അതിന്റെ വാലും, അതിനെ വലിക്കാനും മൂവ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നത് അങ്ങനെ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. അല്ല, അത് നമുക്ക് ഈ ആളുകളുമായിട്ടുള്ള ഇടപെടൽ മൂലം വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദുനിയാവിൽ എവിടെ പന്നി ഉണ്ടെങ്കിലും അങ്കമാലിക്കാർ പോയി മേടിച്ചിട്ട് വരും. ബ്രിട്ട സാർ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഈ സിനിമയിലേക്ക് ഇറങ്ങാനായിട്ട് എന്നെയും ഇത് വെച്ചത്. ബിക്കോസ് ലിജോയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ അങ്കമാലി എന്ന് പറയുന്ന ലിജോ വളർന്ന സാഹചര്യം. ബിക്കോസ് ലിജോയുടെ അടുത്ത് നമ്മൾ വെറുതെ ഒന്ന് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ടോപ്പിക് എടുക്കുമ്പോൾ ലിജോ അത് എൻഡിൽ കണക്ട് ചെയ്യുന്നത് ലിജോ കണ്ട അങ്കമാലിയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രവും അല്ലെങ്കിൽ അവിടെ കൊച്ചിലെ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിട്ടാണ് അത് എൻഡ് ചെയ്യുക. അപ്പൊ ലിജോ ആയിട്ടുള്ള ഈ വർഷങ്ങളായിട്ടുള്ള പരിചയത്തിലെല്ലാം എപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടായാലും അത് അങ്കമാലിയിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാള്. അപ്പം നമ്മൾ അങ്കമാലി ബേസ് ആയിട്ടുള്ള അവിടുത്തെ ലൈഫ് പറയുന്ന ഒരു പ്രോഡക്റ്റ് സിനിമയാക്കുമ്പോൾ പിന്നെ അതിൽ ലിജോയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാവുന്നത്.